സ്ക്രീൻ കാണുന്നുണ്ടല്ലോ? ഓക്കെ. സ്ക്രീന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അത് കാണുന്നതിനകത്ത്? എന്തെങ്കിലും? ഇല്ല സാർ. ഫുൾ സ്ക്രീൻ ആയിട്ട് കാണുന്നുണ്ടല്ലോ? ഓക്കെ. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് മോഡ്യൂളിലുള്ള കണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് കുറെ കാര്യങ്ങൾ ഞാൻ ആ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ അതുകൊണ്ട് ഓൾമോസ്റ്റ് സിലബസിന്റെ 75% വരെയും നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ. എല്ലാ കാര്യങ്ങളും നോക്കി തന്നെ മനസ്സിലാക്കാട്ടെ. നമ്മൾ ഹിസ്റ്ററി, ആപ്ലിക്കേഷൻ ഓഫ് റെഫ്രിജറേഷൻ IME പഠിച്ചിട്ടുണ്ട്. എന്താണ് റെഫ്രിജറേഷൻ, അതിനെ ബേസ് ചെയ്തുള്ള കൺസെപ്റ്റുകൾ എന്താണ്, അതെല്ലാം നമ്മൾ അതിൻ്റെ ഒരു തെർമോഡൈനാമിക് സെഷനകത്ത് അത് പഠിക്കുന്നുണ്ടായിരുന്നു. കാർനോട്ട് സൈക്കിൾ എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിൾ എന്താണെന്ന് ഞാനിവിടെ പറയും. ഹീറ്റ് പമ്പ്, ദെൻ വാട്ട് ഈസ് റെഫ്രിജറേഷൻ മെഷീൻസ്, ദെൻ what are the limitations of reversed Carnot cycle, then what is the refrigeration and its unit, then air refrigeration systems endana, reversed Joule cycle endana, then aircraft refrigeration systems endana. Okay. ഇത്രയും കാര്യങ്ങളായിരിക്കും നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ പഠിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് കുറച്ച് പ്രോബ്ലം സെഷൻസ് ഒക്കെ വരും. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇതിന്റെ കംപ്ലീറ്റ് തിയറി പോർഷൻസ് പറഞ്ഞുതരും. അതായത് എയർക്രാഫ്റ്റ് റെഫ്രിജറേഷൻ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി നമ്മളുടെ ഫ്ലൈറ്റ് സിസ്റ്റത്തിൽ ഫ്ലൈറ്റിനകത്തൊക്കെ എങ്ങനെയാണ് എയർ റെഫ്രിജറേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്, എയർ കണ്ടീഷനിങ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് എയർക്രാഫ്റ്റ് റെഫ്രിജറേഷൻ സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എല്ലാ ടിപ്പിക്കൽ ടൈപ്പായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തന്നതിന് ശേഷം മാത്രമായിരിക്കും പ്രോബ്ലം ചെയ്യുന്നത്. ഈ ഒരു 2 വീക്ക് ഓണത്തിന് മുമ്പായിട്ട് ഞാൻ എൻ്റെ കംപ്ലീറ്റ് പ്രോബ്ലം സെഷൻസ് എല്ലാം തരും. പിന്നെ ചിലപ്പം പ്രോബ്ലം ഞാൻ തരുന്നതെന്ന് പറയുന്നത് റെക്കോർഡഡ് വീഡിയോസ് ആയിട്ടായിരിക്കും ഞാൻ പ്രോബ്ലംസ് സോൾവ് ചെയ്ത് തരുന്നത്. അത് ഞാൻ എൻ്റെ വീഡിയോസ് ഞാൻ ചെയ്തിട്ട് യൂട്യൂബിൽ ഷെയർ ചെയ്ത് തരും. അത് നിങ്ങൾ വർക്കൗട്ട് ചെയ്തിട്ട് എനിക്ക് തിരിച്ച് റിവേർട്ട് ചെയ്ത് തരണം വാട്സാപ്പ് ഗ്രൂപ്പിനകത്ത് ഇൻഡിവിജ്വലി, കേട്ടോ? ഓക്കെ. അപ്പം ഞാൻ ക്ലാസ് എടുക്കുകയാണ്. സോ ഇൻട്രൊഡക്ഷൻ, റെഫ്രിജറേഷൻ എന്താണെന്ന് നമുക്കെല്ലാം അറിയാം. എന്താണ് റെഫ്രിജറേഷൻ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ടു പ്രൊവൈഡ് എ ലോ ടെമ്പറേച്ചർ irrespective of its surroundings ആണ്. So refrigeration may be defined as the process of achieving and maintaining a temperature below that of the surroundings. The main aim is to cool some product or space to require that temperature. Okay. So one of the most important application of refrigeration has been the preservation of perishable food products by storing at low temperatures. Actually, refrigeration എന്ന് പറയുന്ന ഒരു പ്രോസസ് ആക്ടിവേറ്റ് അല്ലെങ്കിൽ നമുക്കൊരു ഇനിഷ്യേറ്റ് ചെയ്തതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ടു ഗിവ് ദ ഹ്യൂമൻ കംഫർട്ട്സ് എന്ന് പറയുന്നത്. ആ ഹ്യൂമൻ കംഫർട്ട്സിനകത്ത് വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഫുഡ് പ്രോഡക്ട്സ്. അതായത് വളരെ ഏൻഷ്യൻ്റ് ആയിട്ടുള്ള നമ്മൾ ഹിസ്റ്ററി നോക്കി പോവുകയാണെങ്കിൽ വളരെ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ഒരു അതായത് ലോ ടെമ്പറേച്ചർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ യൂസ് അല്ലെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ലോ ടെമ്പറേച്ചറിലുള്ള ക്യാരക്ടേഴ്സ് അത് എങ്ങനെ നമുക്ക് ഡെയിലി ലൈഫിൽ മീറ്റ് ചെയ്യിക്കാം, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പഴയ കാലങ്ങളിലുള്ള നോക്കിയിട്ടുണ്ട്. റെഫ്രിജറേഷൻ സിസ്റ്റംസ് ആർ ഓൾസോ യൂസ്ഡ് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ യൂസ് കംഫർട്ട്സ് എന്ന് പറയുന്നത്. സർ വോയിസ് ബ്രേക്ക് ആവുന്നു സർ. ബ്രേക്ക് ആവുന്നുണ്ട് എൻ്റെ? യെസ് സർ. വോയിസ് ബ്രേക്ക് ആവുന്നു. ഓക്കെ. ഇപ്പൊ ഓക്കെ ആണോ? യെസ് സർ, ഇപ്പൊ ഓക്കെ. 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 ലാസ്റ്റ് പോയിന്റ് ഏതായിരുന്നു കേട്ടത് ക്ലിയർ ആയിട്ട്? Sir, refrigeration systems are also used extensively. ആ പോയിന്റ് സാർ. ഓക്കെ 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 ഓക്കെ. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന റെഫ്രിജറേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, അതിൻ്റെ ടിപ്പിക്കൽ ആപ്ലിക്കേഷൻ സൈഡുകളാണ് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ളതെന്ന് പറയുന്നത്. അതിനകത്ത് എയർ കണ്ടീഷനിങ് എന്ന് പറയുന്നത് റെഫ്രിജറേഷൻ്റെ ഒരു ആപ്ലിക്കേഷൻ മാത്രമാണ്.
എയർ സ്റ്റാൻഡേർഡ്സ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് എയർ കണ്ടീഷനിങ്ങിനകത്ത് വരുന്നത്. അതിനകത്ത് വരുന്ന ഒരു സ്റ്റാൻഡേർഡാണ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ആ ടെമ്പറേച്ചറിന് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? റെഫ്രിജറേഷൻ വെച്ചിട്ടാണ്. ഓക്കെ, so air conditioning refers to the treatment of air so as to simultaneously control its temperature, moisture content, cleanness, odor and circulation as required by the occupants, a process or products in the space. അത് എയർ കണ്ടീഷനിങ് എന്താണെന്ന് പറയുന്നത്. So this comes under the introduction part. The subject of refrigeration and air conditioning has involved needs for food and comfort and its history dates back to centuries. അപ്പം ഞാൻ ഈ സ്ലൈഡിനകത്ത് കണ്ടന്റ് കംപ്ലീറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ എന്താണ് റെഫ്രിജറേഷൻ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. കാര്യം റെഫ്രിജറേഷൻ എന്ന് പറയുന്നത് ടു റെഡ്യൂസ് ദ ടെമ്പറേച്ചർ ഓർ മെയിൻറ്റെയിൻ ദ ടെമ്പറേച്ചർ ഇറസ്പെക്റ്റീവ് ഓഫ് ദ സറൗണ്ടിങ്സ്. അതാണ് റെഫ്രിജറേഷൻ എന്ന് പറയുന്നത്. ആൻഡ് വാട്ട് ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് റെഫ്രിജറേഷൻ? അത് നമ്മൾ ഹ്യൂമൻ നീഡ്സ് എന്താണോ ആവശ്യപ്പെടുന്നത് ആ രീതിയിലുള്ള കംഫർട്ട്സ് പ്രൊവൈഡ് ചെയ്യുക. ആക്ച്വലി ഇത് യൂസ് ചെയ്യുന്നത് പറയുന്നത് ജനറലി യൂസ് ചെയ്യുന്നത് ഫുഡ് പ്രോഡക്ട്സിനകത്തും ദെൻ കംഫർട്ട് സ്റ്റാൻഡേർഡ്സ് ഫോർ ദ എയർ കണ്ടീഷനിങ് വരും. ഓക്കെ, ഹിസ്റ്ററി ഓഫ് എയർ റെഫ്രിജറേഷൻ നേരത്തെ പറഞ്ഞു. ഇതിന്റെ ഹിസ്റ്ററി തപ്പിപ്പോയി കഴിഞ്ഞാൽ കുറേ ദൂരം നമുക്ക് പോകേണ്ടി വരും, പിന്നോട്ട് നമുക്ക് സഞ്ചരിക്കേണ്ടി വരും. ഓൾഡൻ ഡേയ്സ്, അപ്പോൾ ഈ ഹിസ്റ്ററി സ്റ്റാൻഡേർഡ്സ് എല്ലാം നമ്മൾ ഓൾറെഡി IMEയിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് പെട്ടെന്ന് പോവുകയാണ്. In olden days, refrigeration was achieved by natural means such as the use of ice or evaporative cooling. In earlier times, ice was either transported from colder regions, harvested in winter and stored in ice houses for summer uses. Then അല്ലെങ്കിൽ എന്താണ് made during night by cooling of water by radiation to stratosphere. അപ്പം ഓൾഡൻ ഡേയ്സ് സെഞ്ചുറീസിലേക്ക് പോകണമെങ്കിൽ ഹിസ്റ്ററി ഓഫ് റെഫ്രിജറേഷൻ എവിടെ തുടങ്ങുന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്താൻ പറ്റത്തില്ല. ഈ സ്ലൈഡ് കാണുന്നില്ല? ഇല്ല സർ. ഒരു നിമിഷം. ഓക്കെ സർ. ഓക്കെ, കാണുന്നുണ്ടോ? ഓക്കെ സർ. ഇപ്പൊ കാണുന്നുണ്ടോ? ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ററപ്ഷൻ വരുവാണെങ്കിൽ പറയണം കേട്ടോ. ഓക്കെ, ഞാൻ എന്തെങ്കിലും പെൻ യൂസ് ചെയ്യുന്ന സമയത്ത് കാണാൻ പറ്റുന്നുണ്ടോ എന്നും കൂടെ ചെക്ക് ചെയ്യണേ. ട്രാൻസ്പോർട്ടഡ് ഫ്രം കോൾഡ് റീജിയൻ. ഓക്കെ, അപ്പം ഓൾഡൻ ടൈംസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഇതെന്ത് ചെയ്യാണ്, കോൾഡ് റീജിയൻസിനകത്ത് നിന്ന് ഐസ് ബ്ലോക്സുകൾ അവിടുന്ന് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുവരികയോ, അതല്ലാന്നുണ്ടെങ്കിൽ വിന്റർ സമയത്ത് നമുക്കറിയാം തണുത്ത പീരീഡ് ആയിരിക്കും ആ സമയത്ത്, ക്ലൈമറ്റ് എന്ന് പറയുന്നത്. ആ സമയത്ത് ഇത് എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയെടുത്തിട്ട് ഐസ് ഹൗസുകളിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് അത് സമ്മർ കണ്ടീഷനിൽ യൂസ് ചെയ്യുമായിരുന്നു. ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ ചെയ്യുന്ന പറയുന്നത് രാത്രി കാലങ്ങളിൽ എന്ത് ചെയ്യും, ഇത് സ്ട്രാറ്റോസ്ഫിയറിൽ നിന്ന് അല്ലെങ്കിൽ നൈറ്റിലേക്ക് എക്സ്പോസ് ചെയ്തുകൊണ്ട് അതെന്ന് പറഞ്ഞാൽ വളരെ നമുക്കറിയാം നൈറ്റിലെ ആയിട്ടും എന്താ പറയുന്ന ഒരു 3 മണി 4 മണിയൊക്കെ ആ സമയത്ത് ഭയങ്കരമായിട്ട് തണുക്കും. ആ സമയത്ത് ആണ് ചിലപ്പം എന്ത് ചെയ്യും, ഐസ് ബ്ലോക്സ്, ഐസ് ലെയേഴ്സ് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു മെത്തേഡ് ഉണ്ട്. ഈ 3 രീതിയിലായിരുന്നു സാധാരണ രീതിയിൽ പണ്ട് അതായത് ഈ മെഷീൻസ് ഒക്കെ വരുന്നതിന് മുമ്പായിട്ട് ഐസിന് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് 3 രീതികളായിരുന്നു പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഹിസ്റ്ററിയിൽ പറയുന്നത് യൂറോപ്പ് അമേരിക്ക കുറെ ഉള്ള സ്ഥലങ്ങളിൽ ഇറാനിലൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് ഐസ് ഹൗസസ് ഒക്കെ ഉണ്ടായിരുന്നു ഫോർ സ്റ്റോറിങ് ദ ഐസ് എന്ന് പറയുന്നത്. സോ മെറ്റീരിയൽ ലൈക്ക് സോഡസ്റ്റ് ഓർ വുഡ് ഷേവിങ്സ് വെർ യൂസ്ഡ് ഫോർ യൂസ്ഡ് ആസ് ദ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസ് ഇൻ ദിസ് ഐസ് ഹൗസ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നമുക്ക് ട്രാൻസ്പോർട്ടഡ് ഫ്രം കോൾഡർ റീജിയൻസ് എന്ന് പറയുന്ന സമയത്ത് ദിസ് ആർ എക്സ്പെൻസീവ്. അപ്പം സാധാരണക്കാർക്ക് ഒരിക്കലും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല ഈ ഒരു റെഫ്രിജറേഷൻ സൈഡ് എന്ന് പറയുന്നത്. കംഫർട്ട് പ്രൊവൈഡ്, കാര്യം എപ്പോഴും സമ്മർ കണ്ടീഷനിനകത്ത് കംഫർട്ട് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടും അതല്ലാന്നുണ്ടെങ്കിൽ ഫുഡൊക്കെ പെരിഷബിളായിട്ടൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആയിരിക്കണം എന്ത് യൂസ് ചെയ്യുന്നത്, ഈ ഒരു റെഫ്രിജറേഷൻ്റെ സൈഡ് യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ലിറ്ററേച്ചർ റിവീൽസ് ദാറ്റ് ഐസ് ഹാസ് ഓൾവേസ് ബീൻ അവൈലബിൾ ടു അരിസ്റ്റോക്രസി. ഇതാ ഞാൻ പറഞ്ഞത്, ഒരിക്കലും സാധാരണക്കാർക്ക് പണ്ട് കാലങ്ങളിൽ ഐസിൻ്റെ അല്ലെ അതിൻ്റെ രീതിയിലുള്ള കംഫർട്ട്സ് ഒന്നും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിനകത്ത് ഒന്നെങ്കിൽ ഈ ട്രാൻസ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത് അത് ഒരു ബിസിനസ് സൈഡ് തന്നെയായിരുന്നു. ഹാർവെസ്റ്റ് ഇൻ വിന്റർ എന്ന് പറയുന്നത് ഒരു ഫാമിംഗ് സൈഡാണ്.
മെയ്ഡ് ഡ്യൂറിങ് നൈറ്റ് ബൈ കൂളിംഗ് ഫോർ വാട്ടർ എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ടൈം മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാര്യം ഇന്നലെ ഉണ്ടാക്കിയെടുത്ത് ഇന്ന് മോർണിംഗ് ഐസിന്റെ കാലാവധി അറിയാലോ, ആ സമയത്ത് യൂസ് ചെയ്യാന്നുള്ളതായിരുന്നു ഈ നൈറ്റ് സമയത്ത് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ് കാണുന്നുണ്ടോ? കാണാം സർ. ഓക്കെ ഓക്കെ, സോ 1806 ഫ്രെഡറിക് ട്യൂഡർ എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്യുന്നു, ഹീസ് നോൺ ആസ് ദ ഐസ് കിങ്. എന്താണ്, ഹീസ് ട്രേഡ് ഫ്രം ഹഡ്സൺ റിവേഴ്സ്. അവിടെ നിന്ന് ഉള്ള ഐസ് ക്യൂബ്സിനെ അവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് പിന്നീട് എന്ത് ചെയ്തു, പല വേരിയസ് കൺട്രീസുകളിൽ ഇദ്ദേഹം എന്ത് ചെയ്ത് മാർക്കറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഫ്രെഡറിക് ട്യൂഡർ എന്ന് പറയുന്നത് ദിസ് ഇസ് ആക്ച്വലി കംസ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് റെഫ്രിജറേഷൻ ആണ്. So ice trade in North America was flourishing as a business. Ice was transported to southern states of America in train compartments including 0.3 meters cork insulation. നേരത്തെ പറഞ്ഞിരുന്നു ആദ്യ സമയങ്ങളിലും ഈ ഇൻസുലേഷൻ മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്തിരുന്നത് ഹേ അങ്ങനെയുള്ള കാര്യങ്ങളാണെന്നെങ്കിൽ അല്ലെങ്കിൽ വുഡ് ഷേവിങ്സ് ഒക്കെ ആയിരുന്നുണ്ടെങ്കിൽ പിന്നീട് അത് കോർക്ക് ഇൻസുലേഷൻസ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്തു. ആ സമയത്ത് ഇത് ലോങ്ങർ റീജിയനിലേക്ക് അല്ലെങ്കിൽ ലോങ്ങർ പ്ലേസിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. Okay, trading in ice was also popular in several other countries such as Britain, Russia, Canada, Norway and France. ഇതെല്ലാം ഇപ്പൊ ഇവിടെ എല്ലാം നമ്മൾ മെയിൻ ചെയ്യുന്നത് ഫസ്റ്റ് സ്റ്റേറ്റ് ആണ്, ട്രാൻസ്പോർട്ടേഷൻ ആണ്. അതായത് ഐസ് ഉള്ള സ്ഥലങ്ങളിൽ പോയി അവിടുന്ന് അത് ബ്ലോക്കുകളായിട്ട് മുറിച്ചെടുത്ത് പീസുകളാക്കി മാറ്റിയിട്ട് അതിന് ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ആവശ്യമുള്ള സ്ഥലങ്ങളിലേക്ക് റീജിയനിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു ഫസ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. In these countries, ice was either transported from colder regions or was harvested in winter and stored in ice house. അപ്പം ഈ റീജിയനിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വിന്റർ സീസണിലൊക്കെ ഈ പറയുന്ന ബ്രിട്ടൻ, റഷ്യ, കാനഡ എന്ന് പറയുന്ന സ്ഥലങ്ങളിലെല്ലാം ഈ പറയുന്ന വിന്റർ സമയം എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഐസ് ബ്ലോക്സ് ഫോം ചെയ്യുന്ന സമയമായിരിക്കും. ആ സമയത്ത് ഐസ് ഉണ്ടാക്കി വരുന്നത് അതിനെ പ്രിസർവ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ ഹാർവെസ്റ്റ് ചെയ്തിട്ട് സമ്മർ ഹൗസുകളിലേക്ക് അതിനെ സ്റ്റോർ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് സമ്മർ ടൈമിൽ യൂസ് ചെയ്യാം. ഓക്കെ, സോ ഒരു 1872 ഒക്കെ ആയിരുന്ന സമയത്ത് ദിസ് ട്രേഡ് വാസ് പീക്ക്. ഇറ്റ്സ് റീച്ച് ഓൾമോസ്റ്റ് എല്ലാ രാജ്യങ്ങളിലും ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, ഈ ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്ന ഐസ് എന്ന് പറയുന്നത് അരിസ്റ്റോക്രാറ്റുകൾക്ക്, പ്രഭു കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത്രയും കാശുള്ളവന് മാത്രമേ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. Okay, however, with the advent of artificial refrigeration, the ice trade gradually declines. എപ്പോഴാണ് ഐസ് ട്രേഡിങ് നിന്നത്? when the invention of refrigeration മെഷീൻസ് ഉണ്ടാക്കിയെടുത്തപ്പോഴത്തേക്ക് ഇതിന്റെ കാര്യങ്ങളെല്ലാം ഡിനേഡായി പോയി. ഇത് ഓൾറെഡി നമ്മൾ IMA പഠിച്ച കാര്യങ്ങളാണ്, ഓർമ്മയുണ്ടത്? ഓക്കെ ഓക്കെ, ഇന്ത്യയിൽ നാച്ചുറൽ കൂളിംഗ് എന്ന് പറയുന്ന മെത്തേഡിലൂടെയായിരുന്നു നമുക്ക് ഇവിടെ ഐസ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. just perfect in India. ഇതിനകത്ത് എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ നമ്മൾ വിളക്ക് കത്തിക്കുന്ന ചെറിയ ചെറിയ പോട്ടുകളല്ലേ, നമ്മൾ ഈ ചില ഫെസ്റ്റിവൽസിനൊക്കെ വിളക്ക് കത്തിച്ച് വയ്ക്കുമല്ലോ, കുഞ്ഞു കുഞ്ഞു ട്രേസ് പോലത്തെ. അങ്ങനെയുള്ള ട്രേസിനകത്ത് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ വെള്ളം നിറച്ചിട്ട് രാത്രി കാലങ്ങളിൽ എക്സ്പോസ് ചെയ്യും, സ്ട്രാറ്റോസ്ഫിയറിലേക്ക് എക്സ്പോസ് ചെയ്യും. ആ സമയത്ത് റേഡിയേഷൻ എഫക്റ്റ് വഴി എന്ത് സമയം ഇവാപറേഷൻ മെത്തേഡാണ് വരുന്നത്. ആ മെത്തേഡ് വഴി എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ക്വിക്ക് ഫോം ഓഫ് ഐസ് ഫോം ചെയ്യും. അത് വളരെ ചെറിയ ഒരു കനത്തിൽ മാത്രമേ ഐസ് ഫോം ചെയ്യത്തുള്ളൂ. അതായത് ഓൾമോസ്റ്റ് 0.3 മീറ്റർ തിക്നെസ്സിലെ വാസാണ്, വളരെ ലെയറിൽ മാത്രമേ ഉണ്ടാകൂ. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിയിൽ ഇൻസുലേറ്റഡ് മെറ്റീരിയൽസ് വെച്ചിട്ട് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കും. ഈ പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നത് വെച്ചിട്ട് നമുക്ക് വളരെ കുറച്ച് സമയത്തേക്ക് മാത്രമേ ഈ ഒരു നാച്ചുറൽ കൂളിംഗ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഐസിനെ പ്രിസർവ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇതെന്ന് പറയുന്നത് ഒരിക്കലും സാധാരണക്കാർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്, പക്ഷേ എന്ത് ചെയ്യും, കുറച്ച് പീരീഡിൽ മാത്രമേ അതിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നീട് ഇതിനകത്ത് പറയുന്ന മെത്തേഡ് എന്ന് പറയുന്നത് വാട്ടർ ലൂസസ് ഹീറ്റ് ബൈ റേഡിയേഷൻ ടു ദ സ്ട്രാറ്റോസ്ഫിയർ വിച്ച് ഈസ് അറൌണ്ട് -55 degrees Celsius and by early morning hours the water in the trays freezes to ice. This method of ice production was very popular in India. Then evaporative cooling is the process of reducing the temperature of system by evaporation of water. This is not the evaporative cooling എന്ന് പറയുമ്പോൾ this is not mean that making a solid piece of ice. ഇതെന്ന് പറയുന്നത് റെഡ്യൂസിങ് ദ ടെമ്പറേച്ചർ ആണ് ഇവാപറേറ്റീവ് കൂളിംഗ് എന്ന് പറയുന്നത്. നമുക്കറിയാം ചെറിയ മൺകലങ്ങളിലൊക്കെ വെള്ളം നമ്മൾ നിറച്ചകത്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് തണുക്കും. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ള ചെറിയ ചെറിയ സുഷിരങ്ങൾ വഴി
ഇത് പുറത്ത് വരും, വെള്ളം പുറത്ത് വരുന്ന സമയത്ത് ഇത് വേപ്പറൈസ് ആയിട്ട് ഇവാപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതാണ് ഇവാപ്പറേറ്റീവ് കൂളിംഗ് എന്ന് പറയുന്നത്. ഇവാപ്പറേറ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ഉള്ള ടെമ്പറേച്ചർ ഹീറ്റ് എവിടുന്ന് അബ്സോർവ് ചെയ്യും? ഈ വെള്ളത്തിനകത്ത് തന്നെ അബ്സോർവ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും? അകത്തുള്ള വെള്ളത്തിന്റെ ടെമ്പറേച്ചർ കുറയും. ഇതാണ് ഇവാപ്പറേറ്റീവ് കൂളിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ സം ടൈപ്പ് ആനിമൽസ് നമ്മളെ വിയർക്കുന്നതും ഇവാപ്പറേറ്റീവ് കൂളിങ്ങിന്റെ ഒരു മെത്തേഡ് തന്നെയാണ്. So evaporative cooling has been used in India for centuries to obtain cold water in summer by storing the water in earthen pots. The water permeates through the pores of earthen vessels to its outer surface, where it evaporates to the surroundings, absorbing its latent heat in the part from the vessel, which cools the water. ഞാൻ ഇപ്പോൾ പറഞ്ഞ ആ ഒരു മെത്തേഡിലൂടെയാണ് ഇവാപ്പറേറ്റീവ് കൂളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ഈ സ്ലൈഡ് ക്ലിയർ ആണോ? Yes, sir. ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, ഇനി നമുക്ക് വേറൊരു രീതിയിൽ എങ്ങനെ എടുക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഡോതെർമിക് പ്രോസസ്സിലൂടെ, ഹീറ്റ് റിജക്ട് ചെയ്ത് പോകുന്ന പ്രോസസ്സിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? സോൾട്ട് സൊല്യൂഷൻസ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. സർട്ടൻ സബ്സ്റ്റൻസ് സച്ച് ആസ് കോമൺ സോൾട്ട് when added to water dissolves in water and absorbs its heat of solution from water. നമുക്കറിയാം വെള്ളത്തിനകത്ത് നമ്മൾ സോഡിയം ക്ലോറൈഡ് ഉപ്പ് ഇട്ട് ഇളക്കി കഴിഞ്ഞാൽ തന്നെ അതിന്റെ ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്യും അല്ലേ? അത് തന്നെയാണ് നമ്മളിവിടെ എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഐസുകൾ ഫോം ചെയ്തെടുക്കാൻ പറ്റും. സോ ദിസ് റെഡ്യൂസസ് ടെമ്പറേച്ചർ ഓഫ് ദ സൊല്യൂഷൻ. വാട്ടർ പ്ലസ് സോൾട്ട്, സോഡിയം ക്ലോറൈഡ് സോൾട്ട് can yield a temperature up to -20 degrees Celsius, and calcium chloride can up to generate at -50 degrees Celsius in proper insulated containers. So നമുക്ക് some typical type of salt solutions വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു റെഫ്രിജറേഷൻ പാർട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സോഡിയം ക്ലോറൈഡ് ആണെങ്കിൽ we can produce up to -20 degrees Celsius. കാൽഷ്യം ക്ലോറൈഡ് ആണെങ്കിൽ we can produce up to -50 degrees Celsius by a proper insulation methods. However, എല്ലാം ശരിയാണെങ്കിൽ കൂടിയും all this process have some limited applications, as the dissolved salt has to be recovered from the solution by heating. Okay, അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും, once the salt is dissolved in the water, it can be recovered by heating the entire solution. Okay, the history of artificial refrigeration begins in the year 1755. So artificial refrigeration എന്ന് വെച്ച് കഴിഞ്ഞാൽ, so we are the engineer or the some part of scientist or some type of experimentations was happened in a machine lab. അപ്പം ഇതിനകത്ത് ഒരു സ്കോട്ടിഷ് പ്രൊഫസർ വില്യം കില്ലൻ made the first refrigerating machine. So ആരുടെ മൈക്ക് ഓൺ ആണ്? മ്യൂട്ട് ചെയ്തേക്കാം. He invented the first refrigerating machine which could produce a small quantity of ice in his laboratory. The year is 1755. A Scottish professor. Based on the working principle, a refrigerating system can be classified as vapor compression system, vapor absorption and gas cycle systems. അപ്പോൾ നമുക്ക് ഒരുപാട് രീതിയിലുള്ള റെഫ്രിജറേഷൻ സിസ്റ്റംസ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നിങ്ങളിപ്പം ക്രയോജനിക്സ് നിങ്ങൾ എലക്ടീവ്സ് പഠിച്ച് തുടങ്ങിയത് എലക്ടീവ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിരുന്നോ? അപ്പോൾ അതിനകത്ത് ക്രയോജനിക്സ് എലക്ടീവ് എടുത്തിരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ക്രയോജനിക്സ് എന്ന് പറയുന്നത് റെഫ്രിജറേഷൻ തന്നെയാണ്, പക്ഷേ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിന് താഴെ നമ്മൾ റെഫ്രിജറേഷൻ എന്ന് പറയത്തില്ല. അതായത് നമുക്കറിയാം റെഫ്രിജറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആംബിയൻ കണ്ടീഷനിൽ നിന്ന് താഴെയുള്ള ടെമ്പറേച്ചറിനാണ് നമ്മൾ റെഫ്രിജറേഷൻ കൊണ്ട് മെയിൻ ചെയ്യുന്നതെങ്കിലും ഒരു എക്സ്ട്രീം ലോ ടെമ്പറേച്ചറിലേക്ക് പോകുമ്പോഴത്തേക്ക് റെഫ്രിജറേഷൻ എന്ന് പറയുന്ന പാർട്ട് എൻഡ് ചെയ്തിട്ട് പിന്നീട് ക്രയോജനിക്സ് എന്ന് പറയുന്ന ഒരു പാർട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് നമുക്കറിയാം അബ്സല്യൂട്ട് 0 കെൽവിൻ എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് അവിടെ 0 കെൽവിൻ എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല റെഫ്രിജറേഷൻ അല്ല, നമുക്കറിയാം എക്സ്ട്രീംലി ലോ ടെമ്പറേച്ചർ ആണ്. ആ ഒരു പാർട്ടിനെ നമ്മൾ പറയുന്നത് ക്രയോജനിക്സ് എന്ന് പറയുന്നതാണ്. അത് ക്രയോജനിക്സിന്റെ സബ്ജക്റ്റ് വരുമ്പോൾ അവിടെ ഡീറ്റെയിൽ ചെയ്യും. ഓക്കെ, അപ്പം ലോ ടെമ്പറേച്ചർ കണ്ടീഷൻ ആണ് ഇത് രണ്ടെങ്കിലും റെഫ്രിജറേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലിമിറ്റഡ് ടു സം എക്സ്റ്റെൻറ്റ്. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ വരെ ആണ് നമ്മൾ റെഫ്രിജറേഷൻ പറയത്തുള്ളൂ. അതിന് താഴെയുള്ള ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ എക്സ്ട്രീം ലോ കണ്ടീഷൻ. അത് വേണമെങ്കിൽ പറയാം വേർ ദ ഗ്യാസസ് ആർ ഗോയിങ് ടു ബി ലിക്വിഫൈഡ്. അതൊരു സ്റ്റാൻഡേർഡ് വേണമെങ്കിൽ പറയാം. ഓരോ സ്റ്റാൻഡേർഡ്സും പല രീതിയിലായിരിക്കും പല ആൾക്കാരും പറയുന്നത്. എപ്പോഴാണ് നമുക്ക് ഗ്യാസസിനെ ലിക്വിഫൈ ചെയ്യാൻ പറ്റുന്നത്? നമ്മൾ എയറിനെ നമുക്ക് എപ്പോഴാണ് ലിക്വിഫൈ ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് നൈട്രജനെ ലിക്വിഫൈ ചെയ്യാൻ പറ്റുന്ന ടെമ്പറേച്ചർ
ഉണ്ടെങ്കിൽ ആ ടെമ്പറേച്ചറിനെ നമ്മൾ ഒരിക്കലും എന്ത് പറയത്തില്ല, റെഫ്രിജറേഷൻ പറയുന്നില്ല. ദാറ്റ് ടെമ്പറേച്ചർ ഇസ് കോൾഡ് ക്രയോജനിക് ടെമ്പറേച്ചർ. That's the difference between refrigeration and cryogenics. Refrigeration means we are providing a low temperature. Cryogenics means extreme low temperature. That's the difference. Okay. Slide കാണുന്നുണ്ടല്ലോ. Yes, sir. ഓക്കെ, സോ വി ഹാവ് ദ ആപ്ലിക്കേഷൻസ്. നമുക്കറിയാം ആപ്ലിക്കേഷൻസ് എവിടെ നമുക്ക് കംഫർട്ട്സ് വേണോ, എവിടെയൊക്കെ നമുക്ക് ഇൻഡസ്ട്രിയൽ ബേസ്ഡ് ആയിട്ട് ആപ്ലിക്കേഷൻസ് ഉണ്ടോ, എവിടെ വേണമെങ്കിലും നമുക്ക് റെഫ്രിജറേഷൻ വരുന്നുണ്ട്. സോ ഐസ് മേക്കിംഗ്, ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഫുഡ്, ഇൻഡസ്ട്രിയൽ വേറെ എയർ കണ്ടീഷനിങ്, കംഫർട്ട്. ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡ്സിൽ വരുന്ന സാധനമാണ് ഇൻഡസ്ട്രിയൽ എയർ കണ്ടീഷനിങ്. അതായത് വേർ വി ആർ ഗിവിംഗ് ഇമ്പോർട്ടൻസ് ടു ദ ഇൻഡസ്ട്രിയൽ പാർട്സ്, ഇൻഡസ്ട്രിയൽ കമ്പോണൻസ് ആയിരിക്കും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കംഫർട്ട് എയർ കണ്ടീഷൻ മീൻസ് വി ആർ പ്രൊവൈഡിങ് കംഫർട്ട്സ് ടു ദ ഹ്യൂമൻ ബീങ്സ്. Chemical and related industries, medical and surgical aids, processing food products and beverages, oil refining and synthetic rubber manufacturing, manufacturing and treatment of metals, submarine ship, aircraft and rockets. Miscellaneous applications like extremely low temperature application, plumbing, building, constructions, etc. IMEയിൽ ഞാനിത് ഓരോന്നും സ്പെസിഫൈ ചെയ്ത് പഠിപ്പിച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? ഓരോന്നും ഞാൻ എടുത്തിട്ട് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആപ്ലിക്കേഷൻസ് റെഫ്രിജറേഷൻ അന്നത്തെ നോട്ട് ഉണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ ഓഫ് റെഫ്രിജറേഷനകത്ത് അത് കാണും. ഓക്കെ ഓക്കെ, നൗ കാണുന്നുണ്ടല്ലോ സ്ലൈഡ്? ഓക്കെ, ഹൗ വി ക്യാൻ ഡിഫൈൻ റെഫ്രിജറേഷൻ. നമുക്കറിയാം റെഫ്രിജറേഷൻ എന്ന് പറയുന്നത് വി ആർ റെഡ്യൂസിങ് ദ ടെമ്പറേച്ചർ ആൻഡ് ഓൾസോ മെയിൻറ്റെയിനിങ് ഇറ്റ്. ഒരു നമ്മുടെ സറൗണ്ടിങ്സ് ടെമ്പറേച്ചറിന് കറസ്പോണ്ടിങ് ആയിട്ട് അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന റീജിയനിലോ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ഒരു ഒബ്ജക്റ്റിനകത്തോ ടെമ്പറേച്ചർ ആ സറൗണ്ടിങ്ങിലും താഴെ ആയിരിക്കണം. ആൻഡ് ഓൾസോ വി ഹാവ് ടു മെയിൻറ്റെയിൻ ഇറ്റ്. എന്നാൽ മാത്രമേ നമുക്ക് റെഫ്രിജറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് അവിടെ കംപ്ലീറ്റ് ആയെന്ന് പറയാൻ പറ്റത്തുള്ളൂ. സോ റെഫ്രിജറേഷൻ മീൻസ് ഇറ്റ് ഈസ് ദ സയൻസ്. It is the science of producing and maintaining. So these two things are very important. So producing and maintaining, ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് എന്ത് പറയുന്നത് റെഫ്രിജറേഷൻ എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലേക്ക് വരുന്നത്. So we have to produce that low temperature and also we have to maintain it. So producing and maintaining the temperature below that of the surroundings, അതാണ് എന്ത് പറയുന്നത് റെഫ്രിജറേഷൻ എന്ന് പറയുന്നത്. Or we can say that removing of heat from the substance to be cool, process of removing heat from a substance under controlled conditions. These are all the terms of definitions of refrigeration. So continued extraction of heat from a body whose temperature is already below the temperature of its surroundings. This is also a very good definition for refrigeration. Cooling or removal of heat from a system, and the equipment employed to maintain the system at low temperature is termed as a refrigeration system. And the machine which are used for this purpose is called a refrigerator. Is it clear? The system, the equipment which is act as which is used to reducing the temperature and maintaining is called is a refrigeration system, and the machine which is used for this purpose is called a refrigerator. The system which is kept at low temperature is called refrigerated space. നമ്മൾ ആ ഒരു ലോ ടെമ്പറേച്ചർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനത്തിനെയാണ് നമ്മൾ എന്താ പറയുന്നത് റെഫ്രിജറേറ്റഡ് സ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദെൻ വി ആർ മൂവിങ് ടു റെഫ്രിജറൻസ്. റെഫ്രിജറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിച്ച് ഈസ് ആക്ച്വലി ഏതാണോ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ഒരു കെമിക്കൽ കമ്പോണന്റ് ദാറ്റ് ഈസ് ആക്ച്വലി എക്സ്ട്രാക്ടിങ് ഹീറ്റ് ഫ്രം സം റീജിയൻ ആൻഡ് ഇറ്റ് ഈസ് ചേഞ്ചിങ് ഇറ്റ്സ് ഫേസ്. അതായത് ഫേസ് കൺവേർട്ട് ചെയ്തുകൊണ്ട് അത് ഹീറ്റ് എക്സ്ട്രാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഹീറ്റ് എടുക്കുകയും ഹീറ്റ് ഡിസിപ്പിറ്റേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഒരു റെഫ്രിജറന്റ് എന്ന് പറയുന്നത്. So most of the commercial refrigeration is produced by evaporation of liquid called a refrigerant. The substance which works in a refrigerator to extract heat from a cold body and to deliver it to a hot body is called a refrigerant. It should extract heat from the cold region and it should deliver heat to the hot body or hot region. That is called a refrigerant. A mechanical refrigeration depends upon the evaporation of liquid refrigerant and its circuits includes the equipments naming evaporator, compressor, condenser and expansion device. So these are the basic components which comes in a mechanical refrigeration system. We should have a evaporator, compressor, condenser and expansion. There is the basic components in a mechanical refrigeration system. Okay.
Now moving into the ഞാൻ ഓരോ സിലബസ് ബേസ് തന്നെയാണ് ഇത് പോകുന്നത്. മൂവിങ് ഇൻ ടു ദ തെർമോഡൈനാമിക്സ് ഓഫ് റെഫ്രിജറേഷൻ. എന്താണ് ഇതിനകത്തുള്ള ഫിസിക്സ്? ഓക്കെ, സോ നമുക്കറിയാം ഹീറ്റ് എഞ്ചിൻ എന്ന് പറയുന്നത് എന്താണ്? ഹീറ്റ് എഞ്ചിൻ എന്ന് പറയുന്നത് എന്താണ്? വിച്ച് പ്രൊഡ്യൂസസ് വർക്ക്. നമ്മളെല്ലാം പഠിച്ചിട്ടുള്ളതാണ്. ഹീറ്റ് എഞ്ചിൻ എന്ന് പറയുന്നത് എന്താണ്? ദ എഞ്ചിൻ വിച്ച് പ്രൊഡ്യൂസസ് വർക്ക് ഫ്രം ഹീറ്റ്. ഹീറ്റിൽ നിന്ന് വർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഹീറ്റ് എഞ്ചിൻ എന്ന് പറയുന്നത്. അതിന്റെ നേരെ റിവേഴ്സ് ആണ് എന്തെന്ന് പറയുന്നത്? റെഫ്രിജറേഷൻ എന്ന് പറയുന്നത്. അതായത് വർക്ക് എടുത്തുകൊണ്ട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റെഫ്രിജറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഹീറ്റ് എഞ്ചിൻ മേ ബി ഡിഫൈൻഡ് ആസ് എ ഡിവൈസ് that operates in a thermodynamic cycle and it does a certain amount of net positive work. It produces some positive work through the transfer of heat from a high temperature body to a low temperature body. That is, when heat flows from high temperature to low temperature body, or we are allowing the heat to flow from high temperature to low temperature body, the machine which produces some quantity of work. ഇതാണ് ഒരു ഹീറ്റ് എഞ്ചിൻ എന്ന് പറയുന്നത്. A steam power plant is an example for a heat engine. Refrigerator എന്ന് എന്താണ്? Refrigerator may be defined as a device that operates in a thermodynamic cycle and transfer a certain amount of heat from a body at low temperature to a body at high temperature, which allows the heat to transfer from a low temperature body to a high temperature body by consuming certain amount of external work. So this is actually possible. നമുക്ക് ഹോട്ട് സബ്സ്റ്റൻസിലേക്ക് നമുക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, കോൾഡ് സബ്സ്റ്റൻസിലേക്ക് നമുക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. പക്ഷേ എന്താവശ്യമുണ്ട്? അവിടെ വർക്കിന്റെ ആവശ്യമുണ്ട്. സോ ദീസ് ടു തിങ്സ് comes under the thermodynamics part. Domestic refrigerator, room air conditioners are examples for this refrigerator. In a refrigerator, the required output is the heat extracted from low temperature body. റെഫ്രിജറേറ്ററിന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വരുന്ന ഡിസൈർഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് it should extract heat from a low temperature body. നമ്മൾ -15°C ഒരു സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് we have two spaces, -15°C and we have another space having a 30°C. അതായത് -50°C എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റും 20° അല്ലെങ്കിൽ 30°C എന്ന് പറയുന്നത് നിങ്ങളുടെ സറൗണ്ടിങ്സും ആണെന്നുണ്ടെങ്കിൽ, റെഫ്രിജറേഷൻ എന്ന് പറയുന്നത് you have to maintain that -15°C ത്രൂ ഔട്ട്. സോ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? യു ഹാവ് ടു ടേക്ക് ദാറ്റ് വാട്ട് എവർ ദ ഹിറ്റ് കംസ് ഇൻ ടു ദാറ്റ് സബ്സ്റ്റൻസ്, അല്ലെങ്കിൽ ആ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന -15°C സാധനത്തിലേക്ക് എന്തൊക്കെ ഹീറ്റ് കയറി വരുന്നോ ടു റൈസ് ഇസ് ടെമ്പറേച്ചർ, ആ -15°C നിന്ന് അതിന്റെ ടെമ്പറേച്ചർ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് എന്തൊക്കെ ഹീറ്റ് അതിനകത്ത് കയറുന്നോ ആ ഹീറ്റിനെ എല്ലാം എടുത്ത് ആ സറൗണ്ടിങ്സിലേക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ സറൗണ്ടിങ്സിലുള്ള 30°യിലേക്ക് കളയുക എന്നുള്ളതാണ് റെഫ്രിജറേറ്റർ കൊണ്ട് മീൻ ചെയ്യുന്നത്. അതാണ് പറഞ്ഞത്. പിന്നെ റെഫ്രിജറേറ്റർ ദ റിക്വയർഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഹീറ്റ് എക്സ്ട്രാക്ട് ഫ്രം ദ ലോ ടെമ്പറേച്ചർ ബോഡി. ഹീറ്റ് പമ്പിന്റെ കേസിൽ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് സിമിലർ ടു റെഫ്രിജറേറ്റർ, പക്ഷെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഹിയർ ദ റിക്വയർഡ് ഔട്ട്പുട്ട് ഈസ് ദ ഹീറ്റ് റിജക്റ്റഡ് ടു ദ ഹൈ ടെമ്പറേച്ചർ ബോഡി. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ 30°C നിങ്ങൾക്ക് ഒരു സ്പേസ് സറൗണ്ടിങ്സ് ഉണ്ട്. We have another certain region having a 40°C ഉണ്ടെങ്കിൽ you have to maintain that 40°C throughout. അപ്പൊ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ 40°C നിന്നുള്ള ഹീറ്റ് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും? 30യിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ശ്രമിക്കും. ആ പോകുന്ന ഹീറ്റിനെ 30യിൽ നിന്ന് തന്നെ എടുത്ത് 40യിലേക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഡെപ്പോസിറ്റ് ചെയ്യുക. അതാണ് ഹീറ്റ് പമ്പ് ചെയ്യുന്നത്. സോ ദ ആപ്ലിക്കേഷൻസ് ആർ ദ സെയിം, ബട്ട് ദ ഡിസൈർഡ് ഔട്ട്പുട്ട് കണ്ടീഷൻസ് ആർ different for refrigerator and heat pump. Now we are moving into the coefficient of performance. അതായത് എഫിഷ്യൻസി തന്നെയാണ്, അതായത് ഔട്ട്പുട്ട് ടു ഇൻപുട്ട് കണ്ടീഷൻ തന്നെയാണ് കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് കൊണ്ട് മെയിൻ ചെയ്യുന്നത്. പക്ഷേ നമുക്ക് മിക്കപ്പോഴും നമുക്ക് ഈ ഒരു റെഫ്രിജറേറ്റർ ഉണ്ട്, അല്ലെങ്കിൽ റെഫ്രിജറേഷൻ പർപ്പസിനകത്ത് നമ്മൾ ഈ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് ഔട്ട്പുട്ട് ടു ഇൻപുട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മോർ ദാൻ 1 എന്ന് പറയുന്നൊരു വാല്യൂ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അങ്ങനെ വരുന്ന സമയത്ത് എഫിഷ്യൻസി എന്ന് പറയുന്ന ടേം നമുക്ക് എപ്പോഴും 100 എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ ബ്രേക്ക് ചെയ്യാണ്. 100% മേളിലോട്ട് നമ്മൾ എഫിഷ്യൻസി എന്ന് പറയുന്ന ടേം സാധാരണ യൂസ് ചെയ്യത്തില്ല. അങ്ങനെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും റെഫ്രിജറേഷൻ സൈഡിനകത്ത് നമ്മൾ ഈ ഒരു ടേമിനെ നമ്മൾ അവോയ്ഡ് ചെയ്തിട്ട്, എഫിഷ്യൻസി എന്ന് പറയുന്ന ടേമിനെ അവോയ്ഡ് ചെയ്തിട്ട് കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് എന്ന് പറയുന്ന ടേം ആണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ദ വാല്യൂ ഈസ് സംടൈംസ് ഗ്രേറ്റർ ദാൻ, അല്ലെങ്കിൽ always greater than 1 എന്ന് പറഞ്ഞത്.
The efficiency of refrigerator is expressed in terms of coefficient of performance. So COP of R means that it is the coefficient of performance of a refrigerator. ഇവിടെ ആറിന് പകരം സഫിക്സ് ആയിട്ട് എച്ച് പി ആണ് വരുന്നതെങ്കിൽ അല്ലെങ്കിൽ എച്ച് ആണ് വരുന്നതെങ്കിൽ ഇറ്റ് ഈസ് ദ കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് ഓഫ് എ ഹീറ്റ് പമ്പ്. The objective of a refrigerator is to remove heat from refrigerated space. To accomplish this objective, it requires a work input or work net. അപ്പം ഡിസൈഡ് ഔട്ട്പുട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ റെഫ്രിജറേറ്ററിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലോ റീജിയനിൽ നിന്നുള്ള നമുക്ക് ക്യു എൽ എന്ന് പറയുന്ന ലോ ഹീറ്റും ക്യു എച്ച് എന്ന് പറയുന്ന ഹൈ ഹീറ്റുമായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ റെഫ്രിജറേറ്റർ എന്ന് പറയുന്നത് ലോ റീജിയനിൽ നിന്നുള്ള ടെമ്പറേച്ചറിന് മെയിൻറ്റെയിൻ ചെയ്യാനാണെങ്കിൽ ആ ലോ റീജിയനിലുള്ള ഹീറ്റിനെ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഡിസൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? യു ഹാവ് ടു പ്രൊവൈഡ് ദാറ്റ് യു ഹാവ് ടു എക്സ്ട്രാക്ട് ദാറ്റ് ലോ ഹീറ്റ് ഫ്രം ദ ലോ റീജിയൻ. അപ്പോൾ അവിടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ക്യു എൽ ആണ്. അതിന് വേണ്ടിയിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത് ഡബ്ല്യു ആണ്. ഓക്കെ, സോ COP ഓഫ് ദ റെഫ്രിജറേറ്റർ എന്ന് പറയുന്നത് നമുക്കറിയാം QL by QH minus QL ആണ്. സോ ഇതാണ് ആ ഒരു ഫിഗർ എന്ന് പറയുന്നത്. ക്യാൻ യു സീ ഇറ്റ്? കാണുന്നുണ്ടല്ലോ? ഓക്കെ, അപ്പം ഇവിടെ രണ്ട് കാര്യങ്ങളാണ്. ദിസ് ഇസ് ദ റെഫ്രിജറേറ്റർ, ഇത് റെഫ്രിജറേറ്ററും ഇത് ഹീറ്റ് പമ്പുമാണ്. ഇത് ഹീറ്റ് പമ്പുമാണ്. അപ്പം റെഫ്രിജറേറ്ററിനകത്ത് നമുക്ക് ബാക്കി എല്ലാം സെയിം തന്നെയാണ്. അതായത് ഡയറക്ഷൻസ് സെയിം തന്നെയാണ്, കണ്ടീഷൻസ് സെയിം തന്നെയാണ്, എല്ലാം സെയിം തന്നെയാണ്. പക്ഷേ ഇതിന്റെ ആപ്ലിക്കേഷൻ നമുക്ക് എന്താണോ വേണ്ടത് അതിനെ ബേസ് ചെയ്ത് ഈ സിസ്റ്റം മാറിപ്പോകും. ഞാൻ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഡയറക്ഷൻ അപ്പാണ്, കോൾഡ് റീജിയൻ സ്പേസ് ആണ്, ഇത് കോൾഡ് റീജിയൻ സ്പേസ് ആണ്, ഇത് വാം ഏരിയ ആണ്, ഇതും വാം ഏരിയ ആണ്. ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് TH ആണ്, ഇവിടുത്തെ ടെമ്പറേച്ചർ TH ആണ്, ഇവിടുത്തെ ടെമ്പറേച്ചർ TL ആണ്, ഇവിടുത്തെ ടെമ്പറേച്ചർ TL ആണ്. ദെൻ ഇവിടുന്ന് എടുക്കുന്ന ഹീറ്റ് എന്ന് പറയുന്നത് QL ആണ്, ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന QH ആണ്, ഇവിടെയും അതേ കണക്കാണ് QH ആണ്, ഇവിടുന്ന് എടുക്കുന്നതും QL ആണ്. എല്ലാം സെയിം തന്നെയാണ്. പക്ഷേ നമ്മൾ കാൽക്കുലേറ്റ് നമ്മുടെ പർപ്പസ് എന്താണോ അതിനനുസരിച്ച് ഈ സിസ്റ്റത്തിനെ നമ്മൾ രണ്ടായിട്ടാണ് പറയുന്നത്. അതായത് നമുക്ക് വേണ്ട ഡിസൈർഡ് ഔട്ട്പുട്ട് കോൾഡ് റീജിയനിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ അതൊരു റെഫ്രിജറേറ്ററും, നമുക്ക് വേണ്ട ഔട്ട്പുട്ട് ഒരു വാം റീജിയനിലാണ് നമുക്ക് വേണ്ടതെങ്കിൽ അതിന് നമ്മളൊരു ഹീറ്റ് പമ്പുമായിട്ടാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ R എന്നും ഇവിടെ HP എന്നും മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പം റെഫ്രിജറേറ്ററിന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസൈർഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എക്സ്ട്രാക്ട് ഹീറ്റ് ഫ്രം ദ കോൾഡ് region. So that is we have to extract the QL. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ QL by അതിന് വേണ്ടിയിട്ട് വർക്ക് എന്ന് പറയുന്നത് W എടുത്തത്. ഹീറ്റ് പമ്പിന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസൈർഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് we have to deposit the high temperature അല്ലെങ്കിൽ we have to maintain this high temperature region. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് QH ആണ്. അതിന് വേണ്ടിയിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത് W തന്നെയാണ്. സോ ദിസ് ഈസ് എ കണ്ടീഷൻ. അതേ കണക്ക് നമുക്ക് COP എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് COP ഹീറ്റ് പമ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണോ COP റെഫ്രിജറേറ്റർ കാൽക്കുലേറ്റ് ചെയ്താൽ അതിൻ്റെ കൂടെ +1 ചെയ്താൽ നമുക്ക് COP ഓഫ് ദ ഹീറ്റ് പമ്പ് കിട്ടും. സോ ദിസ് ഈസ് കാൽക്കുലേഷൻ പാർട്ടാണ്. അപ്പോൾ ഏതെങ്കിലും ഒന്നിൻ്റെ COP എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ മറ്റേൻ്റെ COP എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും വെച്ചിട്ട് ഞാൻ ഇന്നത്തെ ക്ലാസ് സെഷൻ ചെയ്യാണ്. നാളെ ഞാൻ റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിളും അതിൻ്റെ ഫീച്ചേഴ്സും വെച്ച് പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, അപ്പം ഞാൻ ഇന്നത്തെ ദിവസം പറഞ്ഞ പോർഷൻസ് എന്തൊക്കെയായിരുന്നു? ഞാൻ റെഫ്രിജറേഷൻ എന്താന്ന് പറഞ്ഞു, അതിന്റെ ഹിസ്റ്ററി പറഞ്ഞു, ഹിസ്റ്ററി ആപ്ലിക്കേഷൻസ് പറഞ്ഞു, ദെൻ ബേസിക് എലമെന്റ്സ് പറഞ്ഞു, എന്താണ് ഹീറ്റ് പമ്പ് എന്താണെന്ന് പറഞ്ഞു, തെർമോഡൈനാമിക്. അപ്പൊ സിലബസ് ഒന്ന് എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്നറിയാൻ പറ്റും. സിലബസിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കും എത്ര കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ബ്രീഫ് ഹിസ്റ്ററി ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് റെഫ്രിജറേഷൻ പറഞ്ഞു, തെർമോഡൈനാമിക്സ് റെഫ്രിജറേഷൻ പറഞ്ഞു, റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിളിലേക്ക് നമ്മൾ പോകും, പിന്നെ ഹീറ്റ് പമ്പ് എന്താണെന്ന് പറഞ്ഞു, റെഫ്രിജറേഷൻ മെഷീൻസ് പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ തൽക്കാലം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നാളെ ഞാൻ എന്താണ് കാർനോട്ട് സൈക്കിൾ എന്താണെന്ന് പറയും, റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിൾ എന്താണെന്ന് പറയും, ദെൻ അപ് ടു എയർ റെഫ്രിജറേഷൻ അല്ലെങ്കിൽ റെഫ്രിജറേഷൻ സിസ്റ്റത്തിന്റെ ബേസ് ചെയ്തുള്ള കാര്യങ്ങൾ വരെ പറയും. ഓക്കെ, അപ്പോൾ നാളെ മോർണിംഗ് സെഷൻ തന്നെയാണ്, ഈ ഒരു സെഷൻ തന്നെയാണ്, 8:30 തന്നെ ആയിരിക്കും. ഓക്കെ, ഇറ്റ്സ് ക്ലിയർ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ക്ലാസ് ക്ലിയർ ആയിരുന്നല്ലോ? Yes, sir.